അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ ലോകത്തും പരലോകത്തും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഖുലൂബിനെപ്പറ്റി പറഞ്ഞത് 104 സ്ഥലങ്ങളിലാണ്. സുദൂറിനെപ്പറ്റി പറഞ്ഞത് 32 ഇടങ്ങളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് നോമ്പ്. കാരണം പിശാചിൻ്റെ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കുന്ന സുഭദ്രമായ കോട്ടയാകുന്നു റമദാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാൻ നൽകുന്നതാണ്. എല്ലാ കർമ്മങ്ങളും എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനുള്ളതാണ്. പക്ഷെ നോമ്പിൻ്റെ കാര്യം അള്ളാഹുവിന് മാത്രമേ അതറിയാൻ സാധ്യമാകൂ. നോമ്പ് മനസ്സുമായി ബന്ധപ്പെട്ടാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ചിന്തിക്കുവാനും റിസർച്ച് ചെയ്യുവാനും അള്ളാഹു അടിക്കടി ആവശ്യപ്പെടുന്നുണ്ട്. സൂറ ഹജ്ജ് 46-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഫലം യസിറു ഫിൽ അർള് ഫതകൂന ലഹും ഖുലൂബും യഅഖിലൂന ബിഹാ ഔ ആദാനും യസ്മഊന ബിഹാ ഫഇന്നഹ ലാ തഗ്മൽ അബ്സാറു വലാകിൻ തഗ്മൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. മൈൻഡിനെ സയൻസ് കണക്റ്റ് ചെയ്യുന്നത് ബ്രെയിനുമായിട്ടാണ്. വളരെ ബുദ്ധിയുള്ള ആൾ എന്നൊക്കെ പറയുമ്പോൾ തലയിലേക്കാണ് വിരൽ ചൂണ്ടാറ്. ചിന്തിക്കുന്നില്ലേ എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ. എന്നാൽ മോഡേൺ സയൻറ്റിസ്റ്റുകൾ അത് ബ്രെയിനിനെ മനസ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്നില്ല. റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് മൈൻഡ് ഈസ് മോർ ദാൻ ജസ്റ്റ് ബ്രെയിൻ എന്നാണ്. ഫിസിക്കൽ ഓർഗൻ ആണ് ബ്രെയിന്. പക്ഷേ മൈൻഡ് എന്ന് പറയുന്നത് മനസ്സെന്ന ചിന്തയും ഓർമ്മകളും വികാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കണക്റ്റ് ചെയ്യുന്നതും മനസ്സിലാണ്. അതുകൊണ്ടാണല്ലോ മനസ്സ് അസ്വസ്ഥതമാകുമ്പോൾ ആരോഗ്യത്തെ ബാധിക്കുന്നു, നമ്മൾ ഉറക്കിനെ ബാധിക്കുന്നു, നമ്മുടെ ആഹാരത്തെ ബാധിക്കുന്നു. കേൾവിയും കാഴ്ചയും ഡയറക്റ്റ് കണക്റ്റഡ് ടു മൈൻഡാണ്. നമ്മൾ കാണാൻ പാടില്ലാത്ത വല്ലതും കണ്ടാൽ അത് നമ്മൾ അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാലും കണ്ണുകൊണ്ട് അപ്പോൾ കാണുന്നില്ല എങ്കിലും ആ ചിത്രം വളരെ ക്ലിയറായിട്ട് നമ്മളെ മനസ്സിൽ കാണും. അതാണ് വിഷ്വൽ ഇമ്പാക്റ്റ്. അതുപോലെ തന്നെയാണ് കേൾവിയിലൂടെ ഉണ്ടാവുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും. കേൾക്കാൻ പാടില്ലാത്തത് കേട്ടാൽ മനസ്സ് അസ്വസ്ഥമാകും. ഒരു പാട്ട് ഒരു തവണ കേട്ടാൽ നമ്മൾക്കതിൻ്റെ ട്യൂണ് ഓർമ്മ വരും. പിന്നീട് നമ്മൾ കേൾക്കാതിരുന്നാൽ പോലും അത് മനസ്സിലിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മുടെ നമസ്കാരത്തെ ബാധിക്കും. അതേ അവസ്ഥ തന്നെയാണ് നോമ്പിൻ്റെ കാര്യത്തിലും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മനസ്സിനെ കടിഞ്ഞാണിട്ട് കൊണ്ട് പിടിച്ചു നിർത്താൻ ഒരു മാസക്കാലത്തെ നോമ്പ് അനുഗ്രഹിച്ചു നൽകിയത്. സാധാരണ പറയാറുള്ളത് പോലെ മനസ്സ് നന്നായാൽ എല്ലാം നന്നായി, മനസ്സ് മോശമായാൽ എല്ലാം മോശമായി. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.